നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് തിരിച്ചെത്തി വിദേശ നിക്ഷേപകർ. രണ്ടാം പാദ ഫലങ്ങൾ കരുത്താവുമെന്ന് വിലയിരുത്തൽ. പ്രത്യക്ഷ നികുതി വരുമാനത്തിലെ കുറവ് സാമ്പത്തിക വളർച്ചയ്ക്ക് വെല്ലുവിളി. കോർപ്പറേറ്റ് ആദായ നികുതി വരുമാനം ഇടിയുന്നത് ആശങ്ക. സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസിന്റെ അറ്റാദായത്തിൽ ഇടിവ്. ലാഭം 13.6% കുറഞ്ഞ് 140.21 കോടിയായി. മികച്ച 10 കമ്പനികളിൽ 4 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ വർധന. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് റിലയൻസ് ഇൻഡസ്ട്രീസ്. സ്വർണത്തിന്റെ തിരിച്ചിറക്കം തിരിച്ചടിയായി. രാജ്യത്തെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഇടിവ്. വിശദമായ വാർത്തകൾ നോക്കാം. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് തിരികെ എത്തുന്നു. രണ്ടാം പാദ ഫലങ്ങൾ കരുത്താവുമെന്ന് അനലിസ്റ്റുകൾ. 3 മാസത്തെ തുടർച്ചയായ പിൻവലിക്കലിന് ശേഷമാണ് ഒക്ടോബറിൽ 14,000 കോടിയിലധികം രൂപ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിച്ചത്. ഇതിന് 5 കാരണങ്ങളാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തേത് ജൂലൈ സെപ്റ്റംബർ പാദത്തിലെ കമ്പനികളുടെ വരുമാനത്തിലുണ്ടായ മുന്നേറ്റമാണ്. രണ്ടാമതായി US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചതോടെ ഇന്ത്യ പോലുള്ള വികസിത രാജ്യങ്ങൾ നിക്ഷേപകരെ ആകർഷിക്കുന്നതാണ്. മൂന്നാമതായി US ഇന്ത്യ വ്യാപാര കരാറിൽ വിപണിക്കുള്ള പ്രതീക്ഷയാണ്. അടുത്തത് രാജ്യത്തെ കുറഞ്ഞ പണപ്പെരുപ്പവും സ്ഥിരതയുള്ള സമ്പദ്വ്യവസ്ഥയും മുന്നേറ്റത്തിന് കാരണമാവുമെന്നുള്ളതാണ്. സമീപകാല തിരുത്തലുകൾക്ക് ശേഷം ഓഹരി വില കുറഞ്ഞതും വിദേശീയരെ ആകർഷിക്കുന്നുണ്ടെന്നാണ് മോർണിംഗ് സ്റ്റാർ റിസർച്ചിലെ ഹിമാൻഷു ശ്രീവാസ്തവ പറയുന്നത്. വരുമാനം ശക്തമായി തുടരുകയും ആഗോള സാഹചര്യങ്ങൾ പോസിറ്റീവായിരിക്കുകയും ചെയ്താൽ വരും മാസങ്ങളിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപം തുടരാൻ സാധ്യതയുണ്ടെന്ന് ഏഞ്ചൽ വണ്ണിലെ സീനിയർ ഫണ്ടമെന്റൽ അനലിസ്റ്റ് വഖർ ജാവേദ് ഖാനും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രത്യക്ഷ നികുതി വരുമാനത്തിലെ കുറവ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വെല്ലുവിളിയെന്ന് റിപ്പോർട്ട്. കോർപ്പറേറ്റ് ആദായ നികുതി വരുമാനം ഇടിയുന്നത് ആശങ്കയെന്ന് യൂണിയൻ ബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷം ധനക്കമ്മി GDPയുടെ 4.4% എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ പ്രതീക്ഷിച്ച അത്ര വേഗത്തിൽ നികുതി വരുമാനം ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ചെലവും വരുമാനവും തമ്മിലുള്ള വിടവ് കുറയ്ക്കുക എന്നത് പ്രയാസമാണെന്നും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നു. ഉപഭോഗവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ മൂലധന ചെലവുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. RBIയിൽ നിന്നുള്ള ലാഭവിഹിതം, സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ നിന്നുള്ള ലാഭം എന്നിങ്ങനെ നികുതിയേതര വരുമാനം പിന്തുണ നൽകുന്നുണ്ട്. ഇവ 30.5% ഉയർന്ന് 4.66 ലക്ഷം കോടിയായി. അതുപോലെ ഓഹരി വിൽപ്പന വരുമാനവും തുണയാണ്. എങ്കിലും ലക്ഷ്യം കൈവരിക്കാൻ ഇത് മാത്രം പോരെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. പൊതുമേഖലാ കമ്പനികളുടെ ഓഹരി വിൽപ്പനയിലൂടെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം ലഭിച്ചു. ഇതും പര്യാപ്തമല്ല. ചില GST നിരക്ക് കുറവുകൾ വരും മാസങ്ങളിൽ വരുമാനം കുറച്ചേക്കാം. എന്നിരുന്നാലും GST നഷ്ടപരിഹാര ഫണ്ട് ഉപയോഗിച്ച് ഈ ആഘാതം ഭാഗികമായി നികത്താനാകും. എന്നിരുന്നാലും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വരുമാനം ഉയർന്നില്ലെങ്കിൽ 2026 സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി ലക്ഷ്യം കൈവരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അറ്റാദായത്തിൽ ഇടിവ് രേഖപ്പെടുത്തി സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ്. ലാഭം 13.6% കുറഞ്ഞ് 140.21 കോടിയായി. കുറഞ്ഞ ലാഭവും ഉയർന്ന ചെലവുകളുമാണ് സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസിന്റെ പാദഫലത്തിൽ ശ്രദ്ധേയമായ ഘടകങ്ങൾ. ഇത് നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കാം. ഓഹരികൾ സമ്മർദ്ദത്തിൽ തുടരാനുള്ള സാധ്യതയുണ്ടെന്നും അനലിസ്റ്റുകളും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ ലാഭം 162.02 കോടിയാണ്. മൊത്തം വരുമാനം 318.89 കോടിയായി കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ 322.26 കോടിയിൽ നിന്നാണ് ഈ ഇടിവ്. ചെലവുകൾ 157.41 കോടിയായാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷം 134.41 കോടിയായിരുന്നു ചെലവ്.
അറ്റാദായത്തിലെ ഇടിവിന് കാരണമായതും ഉയർന്ന ചെലവുകളാണെന്നാണ് വിലയിരുത്തൽ. 2025 ഇതുവരെ ഓഹരി ഏകദേശം 12% ഇടിഞ്ഞത്. ലാഭത്തിലെ ഇടിവ് നിക്ഷേപകരെ ഹ്രസ്വകാലത്തേക്ക് ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിച്ചേക്കുമെന്നും അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മികച്ച 10 മൂല്യമുള്ള 4 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ വർധന. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കമ്പനി. മികച്ച 10 കമ്പനികളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയാണ് നേട്ടമുണ്ടാക്കിയത്. ഈ 4 കമ്പനികളുടെ വിപണി മൂല്യം 95,447.38 കോടി രൂപയാണ് വർദ്ധിച്ചത്. അതേസമയം HDFC ബാങ്ക്, TCS, ICICI ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയുടെ മൂല്യത്തിൽ നിന്ന് 91,685.94 കോടി രൂപയുടെ ഇടിവ് നേരിട്ടു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം 47,431.32 കോടി രൂപ ഉയർന്ന് 20,11,602.06 കോടി രൂപയിലെത്തി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 30,091.82 കോടി രൂപ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന്റെ മൂല്യം 8,64,908.87 കോടി രൂപയായി ഉയർത്തി. ഭാരതി എയർടെല്ലിന്റെ വിപണി മൂലധനം 14,540.37 കോടി രൂപ ഉയർന്ന് 11,71,554.56 കോടി രൂപയിലും LICയുടെ വിപണി മൂലധനം 3,383.87 കോടി രൂപ ഉയർന്ന് 5,65,897.54 കോടി രൂപയിലുമെത്തി. അതേസമയം ബജാജ് ഫിനാൻസിന്റെ മൂല്യം 29,090.12 കോടി രൂപ ഇടിഞ്ഞ് 6,48,756.24 കോടി രൂപയായി. ICICI ബാങ്കിന്റെ വിപണി മൂല്യം 21,618.9 കോടി രൂപ ഇടിഞ്ഞ് 9,61,127.86 കോടി രൂപയായി. ഇൻഫോസിസിന്റെ മൂല്യം 17,822.38 കോടി രൂപ ഇടിഞ്ഞ് 6,15,890 കോടി രൂപയിലെത്തി. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മൂല്യം 11,924.17 കോടി രൂപ ഇടിഞ്ഞ് 5,71,561.93 കോടി രൂപയിലെത്തി. റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റവും മൂല്യമുള്ള ആഭ്യന്തര കമ്പനിയായി തുടർന്നു. തൊട്ടുപിന്നിൽ HDFC ബാങ്ക്, ഭാരതി എയർടെൽ, TCS, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബജാജ് ഫിനാൻസ്, ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, LIC എന്നിവയുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണത്തിന്റെ തിരിച്ചിറക്കം തിരിച്ചടിയായി. രാജ്യത്തെ വിദേശ നാണ്യ കരുതൽ ശേഖരം ഇടിഞ്ഞെന്ന് റിസർവ് ബാങ്ക്. ഒക്ടോബർ 24 അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണ്യ കരുതൽ ശേഖരം 6.925 ബില്യൺ $, കുറഞ്ഞ് 695.355 ബില്യൺ $. റിസർവ് ബാങ്കിന്റെ വാരാന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെന്റ് ഡാറ്റയിലാണ് ഇക്കാര്യം പറയുന്നത്. കരുതൽ ശേഖരത്തിലെ ഏറ്റവും വലിയ ഘടകമായ വിദേശ നാണ്യ ആസ്തികളിലാണ് ഏറ്റവും വലിയ കുറവ് രേഖപ്പെടുത്തിയത്. ഇത് 3.862 ബില്യൺ $, കുറഞ്ഞ് 566.548 ബില്യൺ $. രൂപയുടെ മൂല്യം സ്ഥിരപ്പെടുത്താൻ RBI ഡോളർ വിറ്റഴിക്കാറുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് വിദേശ നാണ്യ ആസ്തിയിൽ കുറവ് വരാറ്. സ്വർണ്ണ കരുതൽ ശേഖരത്തിൽ 3.010 ബില്യൺ $, കുറവുണ്ടായി. അന്താരാഷ്ട്ര വിപണികളിലെ സ്വർണ്ണവിലയിലുണ്ടായ താൽക്കാലിക ഇടിവ് വലിയ രീതിയിൽ കരുതൽ ശേഖരത്തെ ബാധിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ പെട്രോൾ വിൽപ്പന 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഉത്സവകാല യാത്രകൾ കൂടിയതാണ് വിൽപ്പന കനക്കാൻ കാരണമായത്. ഉത്സവകാല യാത്രാവർദ്ധനവിന്റെ ഫലമായി ഒക്ടോബറിൽ ഇന്ത്യയിലെ പെട്രോൾ വിൽപ്പന 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. എന്നാൽ ഡീസൽ ഉപയോഗത്തിൽ കുറവുണ്ടായതായി വ്യവസായ ഡാറ്റ പറയുന്നു. ഒക്ടോബറിൽ പെട്രോൾ ഉപഭോഗം വാർഷികാടിസ്ഥാനത്തിൽ 7% ഉയർന്ന് 3.65 ദശലക്ഷം ടണ്ണായി. സെപ്റ്റംബറിലെ 3.4 ദശലക്ഷം ടണ്ണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതിമാസ വിൽപ്പനയും ഉയർന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനമായ ഡീസലിന്റെ വിൽപ്പന ഒക്ടോബറിൽ 7.6 ദശലക്ഷം ടണ്ണായി കുറഞ്ഞു. ഇന്ധന ഉപയോഗത്തിന്റെ 40% ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 7.64 ദശലക്ഷം ടണ്ണായിരുന്നു. ഡീസൽ വാഹനങ്ങൾ കഴിഞ്ഞാൽ ജലസേചന പമ്പുകൾ പ്രവർത്തിപ്പിക്കാനാണ് പ്രധാനമായും ഡീസൽ ഉപയോഗിച്ചു വരുന്നത്. 2023 ഒക്ടോബറിലെ പെട്രോൾ ഉപഭോഗത്തെക്കാൾ ഇപ്പോൾ 16.3% കൂടുതലാണ്. എന്നാൽ ഡീസൽ വിൽപ്പന 2023 ഒക്ടോബറിലെ 7.63 ദശലക്ഷം ടണ്ണിനേക്കാൾ കുറവാണ്. ഒക്ടോബറിൽ LPG വിൽപ്പന 5.4% ഉയർന്ന് ഏകദേശം 3 ദശലക്ഷം ടണ്ണായി.
ഇന്ധനത്തിനായുള്ള ഗാർഹിക ആവശ്യകതയാണ് ഡിമാൻഡ് കുതിച്ചുയരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് തിരിച്ചെത്തി വിദേശ നിക്ഷേപകർ. രണ്ടാം പാദഫലങ്ങൾ കരുത്താകുമെന്ന് വിലയിരുത്തൽ. പ്രത്യക്ഷ നികുതി വരുമാനത്തിലെ കുറവ് സാമ്പത്തിക വളർച്ചയ്ക്ക് വെല്ലുവിളി. കോർപ്പറേറ്റ് ആദായ നികുതി വരുമാനം ഇടിയുന്നത് ആശങ്ക. സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസിന്റെ അറ്റാദായത്തിൽ ഇടിവ്. ലാഭം 13.6% കുറഞ്ഞ് 140.21 കോടിയായി. മികച്ച 10 കമ്പനികളിൽ 4 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ വർധന. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് റിലയൻസ് ഇൻഡസ്ട്രീസ്. സ്വർണത്തിന്റെ തിരിച്ചിറക്കം തിരിച്ചടിയായി. രാജ്യത്തെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഇടിവ്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.